ചൂട് എടുക്കണ്ട. ശർക്കര പായസം ഉണ്ടാക്കാം. അതുപോലെ നല്ല അടിപൊളി പായസമൊന്നുമല്ല, ഒരു തട്ടിക്കൂട്ട് പായസമാണ്. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, എന്തെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു വൈകുന്നേരത്താണ് ഞാൻ ഈ പച്ചരി കൊണ്ടൊരു പായസം ഉണ്ടാക്കുന്നത് വിചാരിച്ചു. തട്ടിക്കൂട്ട് പായസമാണ്. പച്ചരി കുക്കറിൽ വേവിക്കാൻ വെക്കുക, അതേ സമയം തന്നെ ശർക്കര പാവ് കാച്ചി വെക്കുകയും ചെയ്യാം. തേങ്ങ കുത്തെടുത്തിട്ട് നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ശർക്കര നല്ലോണം പാനിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെന്ത പായസത്തിലേക്ക് നമ്മളത് ഉരുക്കി ഒഴിച്ചിട്ട് അതൊന്നും കൂടെ ഒന്ന് ഞാൻ വിസിലടിച്ചിട്ടുണ്ട് എൻ്റെത് നല്ലോണം വേവാൻ വേണ്ടിയിട്ട്. പിന്നെ തേങ്ങ കുത്തെടുത്തിട്ട് ചട്ടിയിലിട്ട് നല്ലോണം വറുക്കുക. ആ സമയം വിളക്കത്തിക്കുന്ന നേരമായതുകൊണ്ട് വിളക്ക് കത്തിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പരുവത്തിലാട്ടോ നമ്മുടെ പായസം ഉണ്ടാവുക. ഞാൻ കഴിച്ചു നോക്കി, സത്യം പറയാലോ കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമുക്ക് അതെന്തായാലും അമ്മയെ കൊണ്ട് കൂടെ കഴിപ്പിച്ച് അഭിപ്രായം അറിയാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അമ്മേനെ വിളിച്ചിരുത്തിയതാണ് കേട്ടോ. പക്ഷേ ഈ ഒരു റിയാക്ഷനിൽ അമ്മ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഷൂട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഭയങ്കരമായി അഭിനയിക്കാൻ നോക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്.